നമ്മളെല്ലാം മുക്തസ്വരൂപങ്ങളാണ്. ഇനി വരുന്നതല്ല, പക്ഷെ നമുക്കത് ബോധിക്കുന്നില്ലെന്നേ ഉള്ളൂ. വേദം എന്താണ് ചെയ്യുന്നത്? നീ മുക്തനാണെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ബന്ധനസ്ഥനായിരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കുകയാണ്. സ്വപ്നത്തിൽ അങ്ങനെയല്ലേ ചേച്ചി? സ്വപ്നത്തിൽ നമുക്ക് ഒരു സ്വപ്നം കാണുന്ന ഒരു അവസരത്തിൽ തദ്ദശയിൽ അവിടെ എന്തോ ഒരു വിഷമം പിടിച്ചൊരു കാര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വാസ്തവം പോലെ തന്നെ തോന്നും. ഇപ്പോൾ ഒരു ആന ഒരു കാട്ടിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. ഒരു കാട്ടാന ഓടിക്കുന്നതായിട്ട് കണ്ടു. പേടിച്ചോടയല്ലേ, ഓടിച്ചെന്ന ഒരു കുഴിയിലൊക്കെ ചെന്ന് വീണതായിട്ടൊക്കെ കാണുകയല്ലേ. കാണുമ്പോഴേ അതൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത്, യഥാർത്ഥം പോലെയാണ്. അതാണ് അപ്പോൾ യഥാർത്ഥം പോലെ തന്നെയാണ് അത് കാണുകയും പരിഭ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ അവർ പറയുന്ന ഒന്നും സംഭവിക്കാതെ തന്നെ ഇതെല്ലാം നമുക്ക് തോന്നുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് ഈ ജാഗ്രത അവസ്ഥ. ഇതുപോലെ തന്നെയാണ് സ്വപ്നവും ജാഗ്രതമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് ശ്രുതിയുടെ മതം. പിന്നെ അവർ പറഞ്ഞു അതൊരു ഹ്രസ്വ സ്വപ്നമെങ്കിൽ ഇതൊരു ദീർഘസ്വപ്നമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഹ്രസ്വസ്വപ്നം, ദീർഘസ്വപ്നം. എന്തിനാണ് ഇത് പറയുന്നതിനുള്ള ഉദ്ദേശം? എന്തായിട്ട് അധികം ഈശ്വരൻ ഉണർത്തിവിട്ടിരിക്കുന്ന ഈ ദശ ജ്ഞാനത്തിലേക്ക് ഉപയോഗപ്പെടുത്തി ജ്ഞാനമുണ്ടാക്കി ഈ ജനന മരണ സംസാര കടലിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇതാണ് ഉദ്ദേശം. അപ്പൊ അതിനെന്ത് വേണം? ഉണർത്തി നിൽക്കുന്ന ഈ ദശ സത്യം പോലെ നമ്മൾ വിചാരിച്ചാൽ ഇതിൽ മനസ്സ് വ്യവഹരിക്കും. ഇപ്പൊ നമ്മളെല്ലാം ഇതിൽ സത്യബുദ്ധിയോടുകൂടി പെരുമാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മളെല്ലാം ദുഃഖികളായിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അങ്ങനെ ദുഃഖികളായിരിക്കുമ്പോൾ നമ്മൾ സുഖം ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്നവരുമാണ്. വേദത്തിന് അത് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഈ ദുഃഖ നിവൃത്തി ഇതിൽ സാധ്യമേ അല്ല. ദുഃഖ നിവൃത്തിക്കോ സ്വപ്നത്തില് ആ ദുഃഖ നിവൃത്തിക്ക് എന്താണ് ചെയ്തത്? ഉണരുകയാണ് ചെയ്തത്. ഇതുപോലെയാണ് ഇവിടെ അത് തന്നെ, ഉണരണം. ഇവിടെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. സ്വപ്നത്തില് രമണ ഭഗവാൻ പറഞ്ഞ ഒരു കഥ ഓർമ്മിക്കുകയാണ്. അതായത് രണ്ട് പരദേശികൾ അവരിങ്ങനെ വ്യാപാരം ചെയ്തിങ്ങനെ നടക്കും. അവർക്ക് ഓരോ ഡ്രങ്ക് ഉണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് പൈസ അതിൽ തന്നെ വെക്കും. ഇവർ പകല് അന്ത്യോളം ഇങ്ങനെ ഈ കച്ചവടം ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ രാത്രിയാകുമ്പോൾ അവിടെ ഏതെങ്കിലും അടുത്തൊരു സത്രത്തിൽ ഇവർ തങ്ങും. അങ്ങനെ രണ്ട് ഫ്രണ്ട്സാണ്. അവരൊരു സത്രത്തിൽ വന്നപ്പോൾ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്തു. അപ്പോൾ കച്ചവടത്തെ പറ്റിയൊക്കെ ചോദിച്ചു. ഇന്ന് വലിയ തിരക്കേടില്ലാതെ കച്ചവടം നടന്നു എന്നെല്ലാം പറഞ്ഞു. പൈസയൊക്കെ എണ്ണി ഭദ്രമാക്കി ഡ്രങ്കിനകത്ത് വെച്ച് അടച്ചിട്ട് കിടക്കുകയാണ്. രണ്ടുപേരും കിടന്നെങ്കിലും ഒരാൾ കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. മറ്റേയാൾക്ക് ഉറക്കം വന്നില്ല. അയാൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഉറങ്ങിയ വിദ്വാൻ വിളിച്ച് പറയുകയാണ്, എൻ്റെ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടി, ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കണേ, അത് ഈ പിടിച്ചു വാങ്ങിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുക മറ്റേയാൾ. അപ്പോൾ മറ്റേയാൾ ഉറങ്ങാൻ കിടക്കുകയാണ്. ഇയാളാണെങ്കിലോ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രമണ ഭഗവാൻ ചോദിക്കുന്നത് അവിടെ ഈ ഉറങ്ങാതിരുന്ന ആള് ഈ പെട്ടിയെ പിടിച്ചു വാങ്ങിച്ച് കൊടുക്കാനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അല്ല, ആവശ്യമില്ല. എന്തുകൊണ്ട്? അയാൾക്കറിയാമോ ഒന്നും സംഭവിക്കും. ഇയാൾക്ക് ആ സ്വപ്നത്തിൽ എന്തോ കണ്ട് ഇയാൾ പേടിക്കുകയാണോ എന്തോ ആണെന്ന് വിചാരിച്ച് പിന്നെ അയാളെ എങ്ങനെ രക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണർത്തിയാൽ മതിയെന്ന്. ഇതുപോലെയാണ് ജാഗ്രതും. നമ്മളെല്ലാവരും ഉറങ്ങി ദീർഘസ്വപ്നത്തിൽ, ദീർഘനിദ്രയിലാണ്. ഈ വേദം എന്താണ് ചെയ്യുന്നത്? ഒരാളിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഉണർത്തിയ ഉടനെ തന്നെ എങ്ങനെയാണ് അയാൾക്ക് ദുഃഖ നിവൃത്തി ഉണ്ടായത്? അത് വേദം നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഉണ്ടായത്? അയാൾക്ക് ബോധ്യമായി ഒന്നും സംഭവിച്ചില്ല, വെറുതെ തോന്നിയതായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. എങ്ങനെയാണോ അയാൾക്ക് ബോധ്യപ്പെട്ടതുപോലെ ഈ ജാഗ്രത അവസ്ഥയും ഒരു ദീർഘസ്വപ്നമായിട്ട് നിലകൊള്ളുകയാണ്. ഇതിൽ നിന്ന് ഈശ്വരൻ ഉണർത്തുന്നത് ഈ ശ്രുതിയിലൂടെയാണ്. അപ്പൊ ശ്രുതിയിലൂടെ എങ്ങനെയാണ് ഉണർത്തുന്നത്? ആ പരമാർത്ഥത്തെ പറഞ്ഞു തരികയാണ്. ആ പരമാർത്ഥത്തെ പറയുമ്പോൾ
അത് ചെവി തന്നിതോ കേൾക്കിനെല്ലാവരും എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ചെവി കൊടുത്താലും പലരും കേൾക്കുന്നില്ല. പക്ഷെ അതിന് അർഹതയുള്ളവർ കേൾക്കുകയും ഓഹോ ഇതാണല്ലേ എന്ന് അവർ ചിന്തിക്കുകയും ഇതിലവർ ഈ പറഞ്ഞ കാര്യം സാധിക്കുകയും ചെയ്യും, ഉണരുകയും ചെയ്യും. അങ്ങനെ ഉണർന്നവരെ എല്ലാം നമ്മൾ പറയും ജ്ഞാനികൾ, അവരാണ് ജ്ഞാനികളായിട്ട്. പറഞ്ഞില്ല അവ ഉണർന്നു പോയി. ഇവരെ വേറൊരു പേര് തുറവികളെന്നാണ്. ആരും ജ്ഞാനികളുടെ വേറൊരു പേര്. ഇതിനാണ് തുറവി എന്ന് വെച്ചാൽ ഉണർന്നവരെന്നർത്ഥം. ഉണർന്നവൻ. ഒരിക്കൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ശ്രീബുദ്ധൻ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പൊ എതിരെ വന്ന ആള് ചോദിച്ചു, വാട്ട് ആർ യു എന്നാണ് ചോദിച്ചത്. വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ അർത്ഥം മാറ്റം കേട്ടോ. ഹൂ ആർ യു എന്ന് ചോദിക്കല്ലേ ഇത്. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം വാട്ട് ആർ യു എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഐ ആം ദ എൻലൈറ്റൻഡ് ബുദ്ധ. ചേച്ചി സാധാരണക്കാരല്ലേ എല്ലാവരും. അയാൾ എന്താണ് വ്യത്യാസം? എൻലൈറ്റൺ, ഉണർന്നു പോയി, ഉണർന്ന ആളാണ് ഞാൻ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മറ്റേ ആള് ചോദിച്ച ആളിന് ചോദിക്കാൻ തോന്നിയത് ഇങ്ങനെയാണ്, വാട്ട് ആർ യു എന്നാണ്. എന്താണ് നിങ്ങളെല്ലാം? ഞാൻ ഉണർന്ന ബുദ്ധനാണെന്ന് പറഞ്ഞു. ഇതുപോലെ നമുക്കും ഉറങ്ങിക്കൊണ്ട് ഇരിക്കുന്നവർ നമ്മളെന്ത് പറയും? ഞാൻ ചന്ദ്രനെന്നും ഞാൻ ഓമനെന്നൊക്കെ പറയും. ഉണർന്ന ആൾ പറഞ്ഞ അങ്ങനെയല്ലേ, എൻലൈറ്റഡ് ബുദ്ധ എന്ന് പറയുന്നത്. ഇതുപോലെയാണ്. അപ്പൊ ഇതാണ് ഇത്, ഈ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കാറ്. അപ്പൊ ഉണർത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ഉണർത്തുന്നതിന് വേദത്തിന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും സാധ്യമല്ല. കാരണം ഈ പരമാർത്ഥം അറിയാവുന്നത് വേദത്തിൽ മാത്രമേ ഉള്ളൂ. ഈ വേദത്തെ പിടിച്ച് തന്നെയാണ് നമ്മുടെ പൂർവാചാര്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നത്. വേദം തന്നെയാണ് ഇതിൽ മുഖ്യം, അല്ലേ? അതിനെ ആശ്രയിച്ചുകൊണ്ട് അവർ മുമ്പേ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെട്ടപ്പോൾ എന്ത് പറ്റി? അവർക്കിതിൻ്റെ പരമാർത്ഥം മനസ്സിലായപ്പോൾ അവരുടെ ഈ ലോകത്തിലായ അവർ നടന്നുവാടിയ കാര്യങ്ങളെല്ലാം അവർ വെച്ചുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത് അവരുടെ പൂർവ്വകാലമാണ്. അവരങ്ങനെയൊക്കെ ചെയ്ത് എത്ര കാലമാണ് ഞാൻ ഇത് അറിയാതെ ഇങ്ങനെ കിടന്ന് വലഞ്ഞതെന്ന് ഉള്ളത് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നമ്മൾ മഹത്തുക്കൾ പറഞ്ഞു തരുന്നുവെന്ന് പറയുന്നത്. വേദം തന്നെയാണ്, വേദത്തിൻ്റെ കരുത്താണത്. വേദം എന്ന് പറഞ്ഞാൽ വെറും ഭാഷയാണ്, അതല്ല. അതിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയുന്നത്? അതിൻ്റെ എസെൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ അന്തർഭാഗം എന്ന് പറയും. ഇതിനെയാണ് ഒരാൾ വിവേകിച്ച് കാണേണ്ടത്. നമ്മളെല്ലാം അതിൻ്റെ തോടിനെ എടുത്താണ് വലിയ ആളുകളായി പണ്ഡിതന്മാരായിട്ട് നിൽക്കുന്നത്. അതല്ല ഉദ്ദേശം. അത് ആർക്ക് പറ്റും? ആർക്കാണോ പറ്റും? അല്ലെ, ബുദ്ധിയുള്ളവർക്കെല്ലാം പറ്റും. കുറേ പദ്യങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിരിക്കും. ഗീതയിൽ ഏത് ശ്ലോകമാണെ പൊട്ട പറയും. അതുകൊണ്ട് എന്ത് പ്രയോജനം? അതിൻ്റെ എസെൻസ്, അതിൻ്റെ കരുത്ത്. അതുകൊണ്ടാണ് ഇതെല്ലാം തോടാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാം വക്കോലോട് അതിൽ തിന്നുന്നവരാണ്. വക്കോൽ കൂടെ ചേർത്ത് ഈ അരി കഴിക്കുന്നവരാണ്. നല്ല ആളുകൾ എന്ത് ചെയ്യും? അതിനെ വക്കോലിനെ മാറ്റി നെല്ലിനെ തന്നെ കുത്തി അതിൻ്റെ തോട് കളഞ്ഞ് അരിയാക്കി അത് ഒരു പുഴുക്ക ഇരുപുഴുക്ക എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ലേ, അങ്ങനെ എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് അത് ശരിക്കും നമുക്കൊരു കഴിക്കാനുള്ള ആഹാരമായി മാറുന്നത്, അല്ലേ? ഇത് അതിന് മുമ്പേ കഴിക്കുന്നവർ എന്തെന്ന് പറയും? പശു, ആട് ഒക്കെ. ഇതുപോലെയാണ് ഈ വേദത്തിനെ ഭക്ഷിച്ചിരിക്കുന്ന ആളുകളെ പറ്റി പറയുന്നത്. വേദത്തെ അല്ല ഭക്ഷിക്കാനുള്ളത്, വേദത്തിൻ്റെ കരുത്ത്. അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് തെളിയണം. ഈ ലോകത്തെ പറ്റിയുള്ള വിജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെ തെളിയിപ്പിക്കാനുള്ള ഒരു ഔഷധമാണ്. കാരണം ഈ ലോകം ഇങ്ങനെയാണ്. ഇത് നിനക്ക് മുമ്പേ നിൻ്റെ അച്ഛനുണ്ടായിരുന്നു, അതിനു മുമ്പ് നിൻ്റെ അപ്പൂപ്പനുണ്ടായിരുന്നു, അതിന് മുതുമുത്തച്ഛന്മാർ ഇത്രയും ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ലോകത്ത് വരികയും പോവുകയും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. നീ ഒരു ദിവസം പോവും, സ്ഥിരമല്ല ഇവിടെ. ഇത് കർമ്മഭൂമിയാണ്. ഇവിടെ യുദ്ധം ചെയ്യാനാണ് വന്നത്. അർജുനോട് പറഞ്ഞതല്ലേ,
ഇത് കർമ്മഭൂമിയാണ്, കുരുക്ഷേത്രമാണ്. ഈ കുരുക്ഷേത്രത്തിൽ എന്തിനാണ് വന്നത്? യുദ്ധം ചെയ്യാനാണ്. അവിടെ എന്നും പാർക്കാനല്ല വന്നിരിക്കുന്നത്. യുദ്ധം ചെയ്തതോടുകൂടി ഈ കുരുക്ഷേത്രം വിടണം നമുക്ക്. ഇവിടെ ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ അന്തരംഗം തന്നെ. ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത്? ശ്രുതിയെ പിടിച്ചുകൊണ്ട് ഇവിടെ അജ്ഞാനത്തെ ഇല്ലാതാക്കണം. അജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്ന യുദ്ധത്തെയാണ് നമ്മൾ പറയുന്ന ആത്മവിദ്യയിലൂടെ അത് കരസ്ഥമാക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇത് ശാശ്വതാനന്ദത്തിലേക്ക് പോകും ഈ ജീവൻ, ശാശ്വതാനന്ദത്തിലേക്ക്. അത് എങ്ങനെയുള്ള ആനന്ദം? ഏതെങ്കിലും ഗ്രഡേഷൻ ഉള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. നമ്മുടെ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങൾക്കും വലിപ്പ ചെറുപ്പങ്ങളുണ്ട്. നമ്മൾ ചോറുണ്ണുന്ന ആ ഒരു രസമല്ല പായസം കുടിക്കുമ്പോഴല്ലേ സുരക്ഷ, പ്രത്യേക ഒരു അതെ, അതാണ് പ്രത്യേകതയുള്ള സുഖങ്ങളാണിതെല്ലാം. ഇങ്ങനെ ലോകത്തിലെ എല്ലാ സുഖങ്ങളും, പുത്രനെ കാണുന്നതുകൊണ്ടുണ്ടാവുന്ന ഒരു സുഖം, ഇങ്ങനെ നോക്കിക്കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം ഗ്രഡേഷൻ സുഖങ്ങളാണ്. ഇതിനെ അല്ല ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ഏറ്റക്കുറത്തിലില്ലാത്ത ഏതെങ്കിലും ഉപാധിയെ കൊണ്ട് വരാത്ത, അതായത് നിരുപാധികമായിരിക്കുന്ന ഒരു സുഖത്തെയാണ് ഈ ആനന്ദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ നിജസ്വരൂപമാണ്. നമ്മുടെ നിജസ്വരൂപം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം ഇരിക്കുന്ന ഈ ദീർഘസ്വപ്നാവസ്ഥയിൽ നിന്ന് ഉണരണമെങ്കിലേ പറ്റൂ. പക്ഷെ ഉണർത്തുന്നതിന് ഈ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷന് ഉണരണമെങ്കിൽ എന്ത് വേണം? ഈ അന്തരംഗം സജ്ജമാവണം. അന്തരംഗത്തിൽ ആ വൃത്തി അതിൽ ശുദ്ധമാകണം. അതിനെ ശുദ്ധമാക്കാനാണ് ഈ ലോകത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേവലം സ്വപ്ന സജീവമാണ്, ഇതിൽ വാസ്തവമല്ല. ഇതെല്ലാം നമുക്ക് തോന്നുന്നതാണ്. നിനക്കത് ബോധ്യപ്പെട്ടില്ലേ? നീ ഉണരുമ്പോൾ ഈ കാണുന്ന ഈ ലോകം ഉറക്കത്തിലുണ്ടോ? അവ പറയും ഉറങ്ങിപ്പോയിട്ട് അറിയാത്ത ഉണ്ടല്ലോ, അപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാധിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല പറയണത്. അപ്പോഴും നിനക്ക് അന്തരംഗത്തിൽ അങ്ങനെ ഉണ്ടോ? നീ സമ്പാദിച്ച നീ വെച്ച വീടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ഇതെല്ലാം ഇല്ലാതെ തന്നെ നീ ആനന്ദമായിട്ട് ഇരുന്നില്ലേ? അപ്പം നീ വിചാരിക്കുന്നു ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് നീ സുഖം അനുഭവിക്കുന്നതെന്ന് നീ വിചാരിക്കുന്നു. അത് പരമാർത്ഥമല്ലെന്ന് പറഞ്ഞു, ആദ്യം പറഞ്ഞു. എന്തിനാണ്? അങ്ങനെയാണല്ലോ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടി എല്ലാവരും ആ ഒരു പ്രത്യേക നിലയിലേക്ക് പോകണം. ഇതിനെ അത് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഈ ലോകത്തിൽ വാസ്തവത്തിൽ ഒന്നും തന്നെ ശാശ്വതമായില്ല. നിന്റെ ശരീരവും ശാശ്വതമല്ല. നീ ഇപ്പം ഉദ്ദേശിക്കുന്ന നീ ശരീരമാണെന്നാണ്, അതും ശാശ്വതമല്ല. ഇതെല്ലാം കുമിള പോലെ, സമുദ്രത്തിൽ കുമിള പോലെ ഉണ്ടാകുന്നു, കുറച്ച് സമയം നിൽക്കുന്നു, ഇല്ലാതാകും. ഇങ്ങനെ എത്ര ആയിരം പ്രാവശ്യം ഇതുപോലെ റിപ്പീറ്റേഷനായിട്ട് വന്നിട്ടുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? പക്ഷെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇതായിട്ട് തോന്നുന്നുണ്ടോ? ഞാനല്ല പറയുന്നത്, വേദം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളതിൻ്റെ വക്താവായിട്ടിരിക്കുകയാണ്. ഇത് വേദത്തിൻ്റെ കരുത്തുകളാണ് പറയുന്നത്. കൂടുതൽ അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കരുത്തുകൾ ഇല്ലെന്ന് കിട്ടും. വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് മനസ്സ് അന്തരംഗം ശുദ്ധമായി തൻ്റെ സ്വരൂപത്തെ ഗുരു ഉപദേശിക്കുമ്പോൾ വിളങ്ങുന്നത്. അല്ല, വിളങ്ങില്ല. ഇപ്പോൾ പറഞ്ഞു ശാശ്വതമായ ആനന്ദമാണ് നിന്റെ സ്വരൂപം എന്ന് പറയും. എങ്ങനെ വിളങ്ങുന്നുണ്ടോ? ഇതിൽ കാരണം എന്താണ്? നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മൂഢാവസ്ഥയിൽ നിന്ന് നമ്മൾ ഉണരണം. ആ ഉണരണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ കൽമഷങ്ങൾ മാറുന്നതിനാണ് ഉണർവെന്ന് തന്നെ പറയണം. അന്തരംഗം ശുദ്ധമാവണം. വേറെ ഇവർ പറയും ബ്രഹ്മാകാരമാവണം. അന്തരംഗം മനസ്സ് ബ്രഹ്മാകാരമായി മാറണം. ബ്രഹ്മാകാരമായി മാറുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന അർത്ഥമല്ല. നമ്മൾ ഓരോന്നും നമ്മൾ അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മനസ്സ് പരിണമിച്ചാണ് എല്ലാം അറിയുന്നത്. ഇപ്പോൾ ഉഷയെ ഞാൻ അറിയുന്നത് എൻ്റെ അന്ധകരണം അത് പരിണമിക്കുകയാണ്. ആ പരിണമിച്ച് വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളിനെയല്ല ഞാൻ കാണുന്നത്. ആ പരിണമിച്ച അന്ധകരണത്തിലെ പരിണമിച്ചതിനെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് എല്ലാം. ഈ അന്ധകരണ പരിണാമത്തെ അറിയുന്നതാണ് ഞാൻ. ആ പരിണാമത്തെയാണ് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചേച്ചി അവിടെ ഇരുന്നാലും എൻ്റെ അന്ധകരണം അത് പരിണമിച്ചില്ലെങ്കിൽ ഞാൻ അറിയില്ല. പക്ഷെ അങ്ങനെ അന്ധകരണം പരിണമിക്കണമെങ്കിൽ എനിക്ക് അതെന്താണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവണം. അത് ആരാണെന്ന് നോക്കുമ്പോൾ ശീലയാണെന്ന് പിന്നീടാണ് വരുന്നത്. അതുവരെ അറിഞ്ഞൂടാ.
ഇപ്പം ഈ രൂപത്തിലാണ് ഇതുപോലെ ഈ ഖണ്ഡാകാര വൃത്തികൾ നമുക്ക് പരിചയമുണ്ട്. ഇതുപോലെ ഒരു വൃത്തിയാണ്, ഡിവൈൻ വൃത്തിയാണ് അഖണ്ഡാകാര വൃത്തി. അതെങ്ങനെയാണ് ആ വൃത്തി ഇവിടെ ഉണ്ടാവണമെന്ന് അവർ പറയുന്നു. ഈ ലോക വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ വിഷയാകാര വൃത്തി ഇതിൽ നിരോധിച്ചാണ്. വിഷയാകാര വൃത്തി എന്ന് പറയുമ്പോൾ ഓരോ വിഷയത്തെ പിടിച്ചും എഴുമ്പുന്നതാണ്. ഇത് വിട്ടിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഈ അഖണ്ഡാകാര വൃത്തിയിലുണ്ടാവും. പക്ഷെ നമുക്കുള്ള കുഴപ്പം, ജന്മാന്തരങ്ങളിലുള്ള കുഴപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാം. നമ്മൾ ഈ വൃത്തിയെ പിടിച്ചാണ് ഇപ്പോൾ ഈ ഉണർന്ന് നിൽക്കുന്നത്. വൃത്തിയെ വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്ന ഒരു ശീലത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിനെയാണ് മാറ്റുന്നത്. വൃത്തിയെ പിടിച്ച് ഉണർന്ന് നിൽക്കുകയും വൃത്തി വിട്ടുടനെ തന്നെ സുഷുപ്തിയിലേക്ക് പോവുകയും ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മാറ്റണം. അവർ പറയുന്നു, വൃത്തി വിട്ടു കഴിഞ്ഞാൽ ആത്മവിചാര രൂപത്തിൽ നിന്നുകൊണ്ട് അഖണ്ഡാകാര വൃത്തിയിലുണ്ടാകും. ആത്മവിചാര രൂപം നമ്മൾ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് കിട്ടൂല, പെട്ടെന്ന് കിട്ടൂല കേട്ടോ. കാരണം ഇതെല്ലാം നിരന്തരമായ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും നിത്യാസനം കൊണ്ടും പതുക്കെ ഉൾത്താരിൽ വന്ന് ഉദിക്കുള്ളൂ. എല്ലാവർക്കും വരയില്ല. അത് വരികയാണെങ്കിൽ വിചാരിച്ചോ ഭാഗ്യവാന്മാരെന്ന് അവരെ പറ്റി പറയണത്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരെന്നാണ് ഇവരെയാണ്. ഇങ്ങനെ നമ്മൾ കേൾക്കുക, അതിന് ചിന്തിക്കുക, അതങ്ങനെ ഇരുന്ന് പഴകുക എന്നുള്ള രൂപത്തിൽ ആത്മവിചാരം ഇതിൽ നമ്മൾ ആചരിച്ച് വന്നാൽ അവർ പറയുന്നു സ്വഭാവമായിട്ട് ഈ വസ്തുതന്ത്രമായി ജ്ഞാനം ഇതിൽ സംഭവിക്കുമെന്ന്. എനിക്കിപ്പോൾ വസ്തുതന്ത്രം എന്നൊരു വാക്ക് ഇവിടെ വന്നില്ലേ. നമ്മൾ ലോകത്തിൽ എല്ലാത്തിനെയും കർത്തൃതന്ത്രത്തിലാണ്, പുരുഷ പ്രയത്നത്തിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ. പുരുഷ പ്രയത്നം, ഞാൻ പ്രയത്നിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്, അങ്ങനെ ഓരോന്നും ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള രൂപത്തിലാണ് നമുക്കെല്ലാം അറിയാവുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല, ഒന്നും ചെയ്തുകൊണ്ട് വന്നതല്ല, ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. വലിയ മഹത്തുക്കളുടെ അഭിപ്രായത്തിൽ ഇത് പ്രാപ്തപ്രാപ്യമായിട്ട് ഇരിക്കുന്ന ഒന്നാണ്. ഇതിന് ഉണരത്തക്ക ശേഷി അല്ലെങ്കിൽ ആ പ്രജ്ഞ ആർക്കില്ല? ഈ അന്ധകരണങ്ങൾക്കില്ല. കർണങ്ങളെല്ലാം ഈ വിഷയത്തിൻ്റെ പുറകെ നടന്ന് അവർ പറയണത് ഈ എച്ചിൽ നക്കി നക്കി നടക്കുന്ന നായെപ്പോലെയാണ് ഈ ചിത്തമായി. ചിത്തത്തെ പറ്റി പറഞ്ഞ പട്ടിയെ പോലെ. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം അല്ലേ. ഈ ചിത്തം ഒരു തന്മയിനാൽ നായ നക്കി 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 അത് കൊള്ളാം ഇത് കൊള്ളാം നടക്കുന്ന രൂപത്തിലാണ് നമ്മുടെയൊക്കെ ചിത്തം ഇരിക്കുന്നത്. ആ ചിത്തമായിട്ട് വരണം. അത് ഇപ്പം നിൽക്കുന്നവർ എന്തോ ഒരു കുറവുകൊണ്ടാണ് ചിത്തമായിട്ട് നിൽക്കുന്നത്. ചിത്താവണം. അതിനെന്ത് വേണം? ഒന്നും വേണ്ട, അറിവ് മതി. കേവല വിവേകം കൊണ്ട് തന്നെ ഈ ആത്മജ്ഞാനം ഇതിൽ സുലഭമായിരിക്കുന്നു എന്നാണ് വലിയ വലിയ മഹത്വങ്ങൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്. രമണ ഭഗവാനൊക്കെ അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. രമണ ഭഗവാനൊക്കെ കുട്ടിയിലെ തന്നെ ഈ റിഫൈൻഡ് ആണത്. അദ്ദേഹത്തിൻ്റെ കഥ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുക. കാര്യമൊന്നുമില്ല. വളരെ ഏർലി സ്റ്റേജിൽ തന്നെ അദ്ദേഹം ഈ രമണ ഭഗവാനല്ല, അന്ന് രമണൻ മരിച്ചു പോകുമെന്ന് ആരോ പറഞ്ഞ് കേട്ടത്. ഈ കുട്ടി ജീവിച്ചിരിക്കില്ല, ഈ കുട്ടി 8 വയസ്സ്, എത്ര വയസ്സിൽ മരിച്ചു പോകും, ഇതിന് ജാതകവശാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവരെല്ലാം പറയണത് കേട്ടു. ആര്? ഈ രമണ. അപ്പോൾ അദ്ദേഹം പലരോടും ചോദിച്ചു. ജ്യേഷ്ഠനോട് ചോദിച്ചെന്നാണ് പറയുന്നത്. ഏത് ജ്യേഷ്ഠ, എന്താണ് മരണം? ഈ മരിച്ചു പോകുന്ന എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഇല്ലാതായി പോകും. അപ്പോൾ ചോദിച്ചു, ആരില്ലാതായി പോകും? ഞാനില്ലാതായി പോകുമോ എന്നായി കുട്ടിയുടെ ചോദ്യം. അങ്ങനെ ഒരു വാദപ്രതിവാദം പലരുമായിട്ട് നടത്തി. അമ്മയോട് ചോദിച്ചു, അമ്മ പറഞ്ഞു പോകാൻ എനിക്കറിയില്ല. ജ്യേഷ്ഠനോട് ചോദിച്ചു, പലരോടും ചോദിച്ചിട്ട് കുട്ടിക്കൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ കിട്ടിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. മരിച്ചു പോകുമെന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മരണത്തെ ഇവർക്കൊന്നും അറിഞ്ഞൂടല്ലോ, ഇതെന്താണെന്ന് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കിടക്കാതെ വിചാരിച്ച് അങ്ങനെ അദ്ദേഹം അതിനെ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുപോകും. ഈ മരണത്തെ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം പറയുന്നു,
ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ജ്യോതിന്മാർ പറഞ്ഞ കണക്ക് തന്നെ 8ാമത്തെ വയസ്സിൽ ഒരു സന്ധ്യയുണ്ട് കേട്ടോ, അതിൽ പോകുമെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് അച്ചിട്ട് പോകും, അത് സംശയമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചില സുഹൃതങ്ങളുടെ വെളിച്ചത്തിൽ ചിലപ്പോൾ ഒന്ന് മാറി വന്നാലുമായി അബദ്ധത്തിലൊക്കെ ഈ കുട്ടിക്ക് ഇതെല്ലാം സംഭവിച്ചു. ഇത് നോക്കിയപ്പോൾ ഇതിനെ നോക്കി 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 കിടന്ന അവസാനം കാല് മരിച്ചു, കൈ മരിച്ചു. ഇതൊക്കെ മരിക്കുന്നത് വെച്ചാൽ പ്രാണൻ അതിൽ നിന്ന് ഒഴിഞ്ഞു വരുന്നതാണ്. ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് വരും, ശരീരത്തിലേക്ക് ഇതെല്ലാം കൂടി വരും. ഇങ്ങനെയെല്ലാം കണ്ടു. അങ്ങനെ ഇദ്ദേഹം ഇതിനെല്ലാം നോക്കി കിടന്ന് ഇദ്ദേഹം മരിച്ചതുമില്ല. അദ്ദേഹം കണ്ടെത്തി യഥാർത്ഥത്തിൽ മരിക്കുന്നത് ഞാനല്ല, ഈ ശരീരമാണ്, ഞാൻ അജൈവീയനാണെന്ന് കണ്ടെത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ അനുഭവം. ഇത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം നേരെ ഇവിടെ പോയത്. ക്ഷേത്രത്തിൻ്റെ പേര് തിരുവണ്ണാമലയിൽ പോയി. ആരോ പറഞ്ഞു, എങ്ങനെയോ ഒരു വിളിയുണ്ടായി. ഇദ്ദേഹം ഇറങ്ങി സഞ്ചരിക്കുകയാണ്. അതിന് മുമ്പ് നടന്നൊരു കാര്യം ഇവർ പറയണ എങ്ങനെയാണ്, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പോൾ അന്ന് 2 രൂപ 3 രൂപ എന്തോ ഫീസുണ്ട്, 2 രൂപ കണ്ട. അപ്പോൾ ഫീസ് അമ്മേരെ നിന്ന് അച്ഛൻ്റെ തന്നെ കൈപ്പറ്റി. സ്കൂളിൽ അടച്ചിട്ടില്ല, പൈസ അടച്ചിട്ടില്ല. അപ്പോൾ ഒരു ലെറ്റർ അവിടെ വെച്ചു വീട്ടിൽ. ആ ലെറ്റർ എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ സത്യത്തെ തേടിപ്പോൾ എന്തോ ഒരു വാക്ക് എഴുതി, 3 രൂപ തന്നതിൽ ഞാൻ 2 രൂപ എടുക്കുന്നു, ബാക്കി 1 രൂപ ഇവിടെ വെച്ചിട്ടുണ്ട്. രമണൻ ഒപ്പില്ല, ഒപ്പിട്ടിട്ടില്ല. എവിടെയാണെന്നൊന്നും ഒരു പിടിയില്ല. ഈ മാതാപിതാക്കൾ വിഷമിച്ചെന്നാണ് പറയണത്. കുറേ കാലം ഇദ്ദേഹം നേരെ പോയത്. ഇദ്ദേഹം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. ഈ കഥകളൊക്കെ സത്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കഥകളാണ്, മനസ്സിലല്ലേ? ഭഗവാന്റെ ആ ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഇത് എന്ത് വിഷമിച്ചെന്നറിയാമോ അങ്ങ് എത്തിയത്. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നം വന്നു. അതൊക്കെ തരണം ചെയ്ത് അവിടെ എത്തിയിട്ട് 3 ദിവസം ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരറയുണ്ട്, അതിനകത്തായി പോയി. അപ്പം ആഹാരം ഒന്നും കിട്ടിയില്ല, നടന്ന് ക്ഷീണിച്ചു. ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കയറിയതാണ്. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എവിടെ ഈ ഇവരുടെ ഇതൊക്കെ വെക്കുന്ന റൂമിൽ കയറി ഉറങ്ങിയൊറ്റ ചെയ്ത് കാണും. അവരടച്ചിട്ട് പോവുകയും ചെയ്തു. അതിനകത്ത് കിടന്നു വിഷമിച്ചു. എന്തായാലും ഒരു കാര്യമുണ്ട്, കുറേ ത്യാഗം സഹിച്ചതിന് ശേഷം തന്നെയാണ് ഇതിൻ്റെ പ്രാപ്തി ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഒടുവിൽ രമണ ഭഗവാൻ ആയില്ല. രമണ അന്ന് പ്രാർത്ഥിച്ച ഇതാണ്, വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞ എന്നെ നീ വിളിച്ചെടുത്തോണ്ട് ഇവിടെ ആക്കി, എന്നിട്ട് എന്നെ കരിയപ്പന പോലെ ഉപേക്ഷിച്ചല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് തിരുവണ്ണാമലയിലെ ശിവൻ, പേരെന്ത്, അരുണാചല ശിവൻ എന്ന് പറഞ്ഞ് കുറേ സങ്കടപ്പെട്ട ഒരു പാട്ട് എഴുതി. ഇത് നിനക്ക് ഭൂഷണമോ അരുണാചല എന്നൊക്കെ പറഞ്ഞ് വരും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. നീ എന്നെ ഇങ്ങനെ ചെയ്താൽ ഉലകം പഴിത്തിടും അരുണാചല, നിന്നെ ലോകര് പിന്നീട് നിന്നെ നിന്ദിച്ച് സംസാരിക്കും, നിന്നെ പുച്ഛിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. കാരണം ഇവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം യാത്രാ മധ്യേ കുറേയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ ഇല്ലാതായിപ്പോയി. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താവളമായിട്ട് അവിടെ ചെന്ന് അണഞ്ഞപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാം പോയി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഈ അനുഭവം ഉണ്ടായിരുന്നതല്ലേ, അത് പോയില്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈഷമ്യത്തിൽ എഴുതിയൊരു കവിതയാണത്. അതിനുശേഷം എത്ര കാലമാണ് അവിടെ ആ തപസ്സിൽ നിന്നതെന്ന് കഴിയും. അദ്ദേഹമാണ് ഈ ആത്മവിചാരത്തെ പറഞ്ഞു കൊടുത്തത്, ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഞാൻ ആരാണെന്ന് തേടിയാൽ, ഇതിനെ തേടുന്നതിനെയാണ് സെൽഫ് എൻക്വയറി, ആത്മവിചാരം എന്നൊക്കെ പറയുന്നത്. നമ്മൾ കൈവല്യമൊക്കെ അതിനെ കുറച്ചുകൂടെ വിസ്താരമായിട്ട് കൊണ്ടുവരും. കൈവല്യം കൊണ്ടുവന്നിരിക്കുന്ന ഈ മനാദിയാം ശരീരത്തിൽ ഇത് ഞാൻ എവൻ, ചിത്തത് ജഡമേത്, രണ്ടും ഒന്നാകെ കൂടും ബന്ധമേത്, വീടേത്. ഇതിൽ വന്നിരിക്കുന്ന ബന്ധം എങ്ങനെയാണ്? വാസ്തവത്തിൽ ബന്ധം ഈ ആത്മാവിനും ഈ അനാത്മാവ വസ്തുക്കൾക്കും തമ്മിൽ ഒരു ബന്ധം എങ്ങനെ വന്നു? ഇതിൽ സൂര്യനും ഇരുട്ടിനുമായിട്ട് യോജിക്കാൻ പറ്റുമോ?
അപ്പോൾ അങ്ങനെ ഒരു അസാധാരണ കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതെന്താണെന്നാണ് അദ്ദേഹം അന്വേഷിച്ചത്. പിന്നീട് അതെന്ന് മനസ്സിലായി, അങ്ങനെ ചേർന്നിട്ടില്ല, ഇതൊരു സ്വപ്നത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ വാസ്തവമാണോ? സ്വപ്നത്തിൽ പുലി പിടിക്കാൻ വന്നു എന്നുള്ള വാസ്തവമാണോ? അല്ല, ഇതുപോലെ ഒരു യഥാർത്ഥ നില തന്നെയാണ് ഇവിടെയും അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്. അപ്പോൾ വാസ്തവത്തിൽ ഇരുട്ടും വെളിച്ചമായിട്ട് ചേർന്നിട്ടില്ല എന്ന് പറയുന്നത് സത്യം തന്നെ. അങ്ങനെ ഒന്നും ചേർന്നിട്ടില്ല, പക്ഷെ ചേർന്നതുപോലെ തോന്നുകയാണ്. എങ്ങനെയാണ് തോന്നുന്നത് സത്യമാവുന്നത്? തോന്നുന്നത് സത്യമാണ്. ഇതിനെ തോന്നി. ഇവർ പറയുന്ന ആരോപം, ഒരു ആരോപമാണിത്. വാസ്തവത്തിൽ കയറേ ഉള്ളൂ. വാസ്തവത്തിൽ അതിൽ പാമ്പെന്നുള്ളത് ഒരു ആരോപണം മാത്രമാണ്. ആരോപണം ആരും സത്യം എന്ന് പറയാറില്ല, തെളിയിക്കുന്നത് വരെ, അല്ലേ? അപ്പോൾ ഭക്തകൾ പറഞ്ഞു ഇത് കേവലം ഒരു ആരോപമാണ്. അപ്പോൾ അല്ല എന്ന് പറഞ്ഞ് വാദിച്ചാൽ അത് തെളിയിക്കുന്നത് വരെ സത്യം പോലെ ഇരുന്നാൽ അത് തെളിയിക്കപ്പെട്ടവരല്ലേ മഹത്തുക്കൾ. അവർ തെളിയിച്ചറിഞ്ഞിട്ട് അവർ അതിൻ്റെ എസൻസ് പറഞ്ഞു. ഇത് വെറുതെ ആ മൂഢതയിൽ തോന്നണം. മൂഢതയുടെ ഉറക്കം. എല്ലാവരും മൂഢത്വത്തിൽ വർത്തിക്കുന്നതാണ് മൂഢമതേ എന്ന് വിളിക്കുന്നത്. ഈ തമസിനെയാണ് മൂഢം എന്ന് പറയുന്നത്. നമുക്കിവിടെ വേണ്ടതോ ആ സാത്വികം, ആ മനസ്സിൻ്റെ സത്വങ്ങൾ പ്രധാനമാക്കി മാറ്റുക. അത് തന്നെ അഖണ്ഡാകാരമായിട്ട് മാറുന്ന ഇതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരമാർത്ഥം. അപ്പോൾ മനസ്സിൻ്റെ കൽമഷങ്ങൾ മാറണം. അതാണ് മനസ്സിൻ്റെ ശുദ്ധി പറഞ്ഞത്. മനസ്സിൻ്റെ ശുദ്ധി ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഏകാഗ്രത, ഈ പറയുന്ന ശുദ്ധി, ഈ ഏകാഗ്രതയും ഇല്ല, ശുദ്ധിയില്ലാതെ പോകും. ഒരു ഏകാഗ്രത വരണമെങ്കിൽ പോലും നമുക്ക് അന്യവിഷയങ്ങളെ ത്യജിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി വേണ്ടത്. അന്യവിഷയങ്ങൾ ഏതാണ്? വീടെന്നും എല്ലാ കാര്യങ്ങളാണ് പിടിച്ച് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? വേണ്ടെന്നല്ല ചേച്ചി പറയണം. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വലിയ വിഷയം, നമ്മൾ പ്രാരബ്ധവശാൽ ഇങ്ങനെ വന്നിരിക്കണമെന്ന് വിചാരിച്ച് ഈ പ്രാരബ്ധമായിട്ട് അനുഭവിക്കുന്നതെല്ലാം ആ ശരീരത്തിൽ യോജിച്ച കാര്യങ്ങൾ മാത്രമാണ്. ഇത് താനുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. ആത്മാവ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അറിയുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞാൻ ചെയ്തു, ഞാൻ വന്നു, ഞാൻ പോയി, ഞാൻ ഉണ്ടു, എനിക്ക് സങ്കടം വന്നു, ഇതൊക്കെയല്ലേ പറയുന്നത്. അതൊന്ന് പരമാർത്ഥത്തിൽ വിചാരിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പറയുന്നെങ്കിൽ അതിന് സാക്ഷിയായിട്ടിത് വർത്തിക്കുന്നു എന്ന് വേദം. മനസ്സിലായില്ലേ? ഈ 3 അവസ്ഥകൾക്ക് സാക്ഷിയാണ് ഈ ആത്മ. അതാണ് പറയണ. ഇതിന് ശരീരത്രയ വിലക്ഷണ അവസ്ഥാത്രയത്തിന് സാക്ഷി. ഈ ആത്മാവിൻ്റെ ലക്ഷണങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്തിനാണ് പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇടയിലൂടെ ഈ സമൂഹമായിരിക്കുന്ന ഈ മുഖ്യാർത്ഥത്തിൻ്റെ ഇടയിലൂടെ ആ ലക്ഷ്യാർത്ഥത്തിലേക്ക് വരാൻ. മനസ്സിലായി? വേദ താല്പര്യം എന്ന് വെച്ചാൽ മുഖ്യാർത്ഥത്തെ പറയുക എന്നുള്ളതല്ല. ഇതിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ സാക്ഷാത്കാരമാണ്, ആത്മസാക്ഷാത്കാരമാണ്. എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ആത്മാവിനെ അറിയുക. അപ്പോൾ അങ്ങനെ അറിയുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉപയോഗം അവിടെ പറഞ്ഞത് എന്താണ്? ശാശ്വത മുക്തി, എന്തോ ആനന്ദം, ശാശ്വതാനന്ദം പ്രധാനമായി എന്ന് പറയും. അതിലൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. ഇങ്ങനെ വരുന്നവർക്ക് കുറവുകളുണ്ട്. അവർ കുറേ കാലം ബ്രഹ്മലോകത്ത് പോയിരിക്കും. പറഞ്ഞ കേട്ടതാണ്. അവരൊക്കെ തന്നെയാണ് വിഷ്ണുവായിട്ടും ശിവനായിട്ടും ഒക്കെ ഇരിക്കുന്നത്. വലിയ മഹാപുണ്യശാലികൾ. നമ്മൾ പഠിച്ചില്ലേ, പുണ്യത്തിൻ്റെ ആധിക്യമാണ് ഹിരണ്യഗർഭ പദവി. ഹിരണ്യഗർഭ പദവി എന്ന് പറഞ്ഞാൽ വിഷ്ണു പുണ്യത്തിൻ്റെ ആധിക്യത്തിൽ വരുന്നതാണ്. പുണ്യമധ്യമത്തിൽ വരുന്നവരാണ് ദേവന്മാർ. ആരൊക്കെ? ഈ ദേവേന്ദ്രാദികളൊക്കെ. മുക്തി എന്ന് പറയുന്ന വിദൂരമാണ്. അവർക്ക് അതിന് അപ്പുറത്താണ് ഇത് നിൽക്കുന്നത്. ത്രിമൂർത്തികളും ഇതിൽ വന്നിരിക്കുന്ന അകപ്പെട്ടവരാണ് കേട്ടോ, പല രൂപത്തിൽ. അതുകൊണ്ടല്ലേ എപ്പോഴും ധ്യാന നിമഗ്നനല്ലേ ശിവൻ. ശിവൻ എന്തിനാണ്? ആരെയാണ് ധ്യാനിക്കുന്നത്? നമുക്ക് ചോദിച്ചോളൂ. യഥാർത്ഥത്തിൽ ആ പരമാത്മാവിനെ അല്ലെങ്കിൽ ആ ബ്രഹ്മധ്യാനമാണ് ചെയ്യുന്നത്. ആ ധ്യാനം ചെയ്തു തന്നെയാണ് എല്ലാവരും ഇരുന്നത്. പക്ഷേ അവർ ചെയ്തതിൻ്റെ പക്വതക്കുറവ് കൊണ്ട് ചിലർ ദേവന്മാരായിട്ടും, ചിലർ ഗന്ധർവന്മാരായിട്ടും, ചിലർ യക്ഷന്മാരായിട്ട്, ചിലർ ഈ പറഞ്ഞ കണക്ക് പുണ്യത്തിൻ്റെ വ്യത്യാസങ്ങളാണ്, ചിലർ ഇതുപോലെ ത്രിമൂർത്തികളായിട്ടും ഒക്കെ പോയി. ഇതെല്ലാം മനുഷ്യരായിട്ട് വന്നാൽ മാത്രമേ ഇനി ഈ പറയുന്ന മുക്തി ഇതിൽ കൈവരിക്കാൻ പറ്റുള്ളൂ.
അതുവരെയും ആ പുണ്യം തീരുന്നവരെ അവിടെ ഇരുന്ന് ആ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാം. അനുഭവിച്ച് അത് തീരുന്ന ഉടനെ തന്നെ ഈ പറഞ്ഞ കണക്ക് ജനനം വരെയാണ്. ഇങ്ങനെ വന്ന് വീണ്ടും അവർ ജനിച്ചു, ശരീരം എടുത്തു എന്നാണ് അർത്ഥം, ജനിച്ചു എന്ന് പറഞ്ഞത്. അതിലിരുന്ന് കുറച്ച് കർമ്മങ്ങൾ ചെയ്തു. ദശാവതാരം എടുത്തില്ലേ വിഷ്ണു? ദശാവതാരം, മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമനം എന്ന് പറഞ്ഞൊക്കെ എടുത്തില്ലേ? കൃഷ്ണനായിട്ട് വന്നതും ഈ ഞാൻ തന്നെയാണ് അർജുന എന്ന് പറഞ്ഞു. രാമനായിട്ട് വന്നതും ഈ ഞാൻ തന്നെയാണ് അർജുന എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തിനാണ്? കൃഷ്ണനാണോ വന്നത്? ഞാൻ അതാണ് അതിൻ്റെ പരമാത്മാവായിരിക്കുന്ന അതിനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത്. കൃഷ്ണദേവൻ പറഞ്ഞു എന്നിലൂടെയാണ് നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതിപ്പോൾ ഭയങ്കര ക്രിറ്റിസൈസേഷൻ ആയി. ക്രിസ്തു മാത്രമേ ഉള്ളോ എന്നുള്ളതായി. അതാണോ ജാതിക പറഞ്ഞത്? എല്ലാവരും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ എന്നിലൂടെയാണ് ഈ മുക്തി ഇതിൽ വരണത്. ഈ ഞാനാണ് ഇതിൽ എല്ലാവർക്കും പരിചയമുള്ള ആള്. ഇപ്പോൾ ഉഷ പറയണേ ഞാൻ എന്ന് പറയണില്ലേ? ആ ഞാൻ ആരാണ്? അതിനെ അന്വേഷിച്ച് തന്നെയാണ് മുക്തിയിലേക്ക് വരേണ്ടത്. പിടികിട്ടിയ പക്ഷേ ഇല്ല, വരട്ടെ, അത് മനസ്സിലായിക്കോളും. പതുക്കെ നല്ല ആദരവോടുകൂടി ഇതിനെ സമീക്ഷിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിപ്രധാനമായ ഒരു കാര്യമാണ്. അത് പുണ്യത്തിൻ്റെ ആധിക്യവും പുണ്യത്തിൻ്റെ ന്യൂനതകളുമാണ് നമ്മളെല്ലാം വ്യത്യസ്തരാക്കി ഇരുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ചിലർക്ക് പറഞ്ഞ് അപ്പോൾ തന്നെ അത് ഗ്രഹിച്ചത് അതീവ പുണ്യശാലികളെന്നാണ്. അവർക്ക് ആ ഗുരുത്വം, നമ്മൾ പറയും നല്ല ഗുരുത്വമുള്ളവരാണ്, അതുകൊണ്ട് അവർക്ക് കിട്ടിയത്. പുണ്യക്കുറവ് കൊണ്ടാണ് നമുക്ക് ഇതിൽ കുറച്ച് വൈഷമ്യങ്ങൾ ഉണ്ടാവുന്നത്. അത് സാരമാക്കണമെന്നാണ് തിരുമേൽ സ്വാമിയുടെ അഭിപ്രായത്തിൽ. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. യു ഗോ ലൈക്ക് ദിസ് ടിൽ എൻഡ് എന്നാണ് സ്വാമിയുടെ ഒരു വലിയ വേർഡാണ്. നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ചിന്മയാനന്ദ സ്വാമിയാണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ വേറെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. മനസ്സിലായത്? ഗുരുദേവനെല്ലാം സൂക്ഷ്മത്തിലേ അറിയാവൂ. സ്ഥൂലത്തിൽ നമുക്ക് ഉപദേശിച്ചത് ചിന്മയാനന്ദ സ്വാമിയാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ല മറ്റെന്തെങ്കിലും ഒരു വൈകാരികമായ ഒരു എക്സ്പ്ലനേഷൻ അല്ല ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ രഹസ്യം. കാര്യം ഇതൊന്നും തുറന്നാരും പറഞ്ഞു കൊടുക്കില്ല വിഷയം. ഇതെല്ലാം തുറന്നടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് സമയമില്ലടാ, എനിക്കിനി കുറച്ച് കാലം കൂടെ ഉള്ളൂ ഈ ശരീരത്തിൽ ഇരിക്കാൻ പറ്റുള്ളേ. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും അർഹരായിട്ടൊന്നും അല്ല പറയണത്, അങ്ങ് പറയണം. എന്നൊക്കെയാണ് സ്വാമി പറഞ്ഞത് ഞങ്ങളോട്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇത് തുറന്ന് പറയാത്തതിൻ്റെ കാരണം നിങ്ങളോട് ആരോടുള്ള ദേഷ്യമോ ഈർഷ്യോ ഒന്നുമല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, വിശേഷിച്ചൊരു കാര്യമൊന്നുമില്ല, അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അങ്ങനെയല്ല എല്ലാവരും. അതുകൊണ്ടാണ് സ്വാമി എല്ലാവരെയും വിളിച്ചിരുത്തി പറഞ്ഞത്. ഇതിൽ ആർക്കെങ്കിലുമൊക്കെ വല്ലതൊക്കെ ഇത് കിട്ടുമെന്നാണ് സ്വാമിയുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ആത്മാവിനെ അറിയുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആത്മാവിനെ അറിയുന്ന വിധം എങ്ങനെയാണ്? നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ഓരോ വിഷയങ്ങളെ കാണുന്നത് പോലെ ഒരു ഖണ്ഡമായിട്ട് കാണുന്ന രൂപത്തിലല്ല. ഇത് ഒരു പറഞ്ഞു അഖണ്ഡമായിട്ട് കാണണം, എല്ലാം കൂടെ ചേർത്ത് ഞാനായിട്ട് കാണും, എല്ലാം കൂടെ ചേർത്ത്. അതാണ് അഖണ്ഡാകാരമായിട്ട് ഇതിനെ അറിയണമെന്ന് പറയുന്നത്. ഇപ്പൊ ഖണ്ഡമാവണ എപ്പോഴാണെന്ന് അറിയാമോ ചേച്ചി? ഞാനിപ്പം ഗീതയെ നോക്കി ചേച്ചിയെ നോക്കി, ഇതിൻ്റെ ഔട്ടർ സ്കെച്ചിൽ നിങ്ങൾ രണ്ടുപേരാണ്. കാര്യം ഇവൾക്ക് പൊക്കം ഉണ്ടെന്നോ അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം ഉണ്ടെന്നോ, ചേച്ചിക്ക് പൊക്കം കൂടുതലാണെന്നോ കുറവെന്നോ ഒക്കെ പല രൂപത്തിൽ വ്യത്യസ്തതകൾ നിലനിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇതാണ് ദ്വൈത കാഴ്ചകളാണ്. ദ്വൈതം അദ്വൈതമായിട്ട് എങ്ങനെ കാണാൻ പറ്റുമോ? രാധിക ഇവരെ എല്ലാവരുടെയും ഉള്ളിലിരുന്ന് ജ്വലിക്കുന്ന ആ പരമാത്മാവാണ് വാസ്തവം. അതിനെ അറിയണം. അത് അങ്ങനെ നോക്കുമ്പോൾ ആ ദൃഷ്ടിക്ക് ഇതിനെയാണ് ലക്ഷ്യാർത്ഥമായിട്ട് നോക്കുമ്പോൾ എല്ലാം ഒന്നാണ്. വാച്യാർത്ഥത്തിൽ അനവധിയാണ്. ഇതിനെയാണ് മുഖ്യാർത്ഥം എന്ന് വേദം ഇതിന് പറയുന്നത്. മുഖ്യാർത്ഥത്തിൽ എല്ലാം കൂടെ ചേർന്നിരിക്കുകയാണ്. അതായത് ഈ ശുദ്ധ ചൈതന്യവും അന്ധകരണവും അന്ധകരണത്തിൽ പ്രതിഫലിച്ച ചൈതന്യവും അന്ധകരണ ധർമ്മവും കൂടെ ചേർന്ന് തപ്തായ പിണ്ഡം പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇതിനെയാണ് ജീവാവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ജീവത്വം. ജീവത്വം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്. ആദ്യം ഇവർ പറയുന്നു ഇതിനെ ഈശ്വരത്വത്തിലേക്ക് കൊണ്ടുവരാൻ.
അതിനെയാണ് പിരിക്കാൻ പറഞ്ഞത്. ഇതിനെ ഓരോന്നിനെ പിരിക്കാനായിട്ട് പറഞ്ഞു. ഇതിനെയാണ് പിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പറയുന്നത് ശോധന. ഇതിനെന്ന് വിചാരം ചെയ്ത് നോക്കുക, വാസ്തവത്തിൽ എന്താണ് എന്നുള്ള കൂലങ്കഷമായി ചിന്തിക്കുന്നതിനാണ് വിചാരം ആയിട്ട് പറഞ്ഞത്. അപ്പോൾ കാണും ഇതെല്ലാം മാറി ആ ശരിയായ സ്വരൂപത്തെ ആർക്ക് കാണാൻ പറ്റും? നിങ്ങളിലല്ല, എനിക്ക് എന്നിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് വെളിയിലാണെങ്കിലും അനുഭവം അത്രയും അകത്താണ്. അനുഭവം ഒരാളുടെ അകത്താണ്. അല്ലെ, ഒരു സ്വാമി പറഞ്ഞിട്ട് കോൺഷ്യസ്നസ് പ്ലസ് ഓബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. എന്തിനാണ് മനസ്സിലാക്കിയത്? ബോധവും ഓബ്ജക്റ്റ് എന്ന വിഷയങ്ങളും കൂടെ ചേരുന്നതിനാണ് ഇതെന്ന് പറഞ്ഞത് എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവമുണ്ട്. പക്ഷെ കോൺഷ്യസ്നെസ് പ്ലസ് ഏതാണ്? ഓബ്ജക്റ്റാണ് എക്സ്പീരിയൻസ് ആയിട്ട് ഇരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന കോൺഷ്യസ്നെസ്സാണ് ഇവിടെ നമ്മൾ തേടുന്നത്. ഒരു ഉദാഹരണം ഞങ്ങൾ പിന്നെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഷ്യസ്നെസ് പ്ലസ് ഓബ്ജക്റ്റ് ഈസിക്കൽ ടു എന്താ പറഞ്ഞ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോൺഷ്യസ്നെസ് എന്തിനാണ്? ആക്ച്വലി എക്സ്പീരിയൻസ് മൈനസ് ഓബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ആ എക്സ്പീരിയൻസ് നിന്ന് ഈ ഓബ്ജക്റ്റ് മൈനസ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ആൾജിബ്രിക്കലി ഇത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാവും അല്ലേ? നമുക്ക് ചില ഇംഗ്ലീഷ് സ്വാമിമാരുണ്ട് കേട്ടോ, ഭയങ്കര ചിലരൊക്കെ ആടിപ്പോവുകയാണ്. ഞാൻ കേൾക്കും, പലതും ഞാൻ കേൾക്കും. നമുക്കെടുക്കാനുള്ള എടുക്കാമല്ലോ. ഇപ്പം നിങ്ങൾ ഒരു ഐത്തം കൽപ്പിക്കരുത് ഒന്നിലും. അത് കൊള്ളില്ല, അയാളത് നമ്മൾ കേൾക്കും. ഇങ്ങനെ വരെ ചെയ്യരുത്. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ സ്വാഗതം ചെയ്യണം. എൻ്റെ ഒരു രീതി അതാണ്. ഇപ്പോൾ സ്വാമി പറഞ്ഞത് കേട്ടു, വേറെ സ്വാമിമാരൊക്കെ പറയുന്നത് കേട്ടു, അയ്യോ അതെന്തിനു മറ്റേ അദ്ദേഹം പറയുന്നത് എന്തോ കുറഞ്ഞു പോയി എന്ന് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണത്. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ഓരോരുത്തരും നമ്മൾ തന്നെ വലിയ ആളായിട്ട് കരുതിയാൽ ഒന്നും നടക്കാൻ പോണില്ല. ഇതിനെല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള വിചാരത്തോടു കൂടി അത് കുറഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇപ്പോൾ ഒരാളിനെ കേട്ടോന്ന് വെച്ച് നമ്മളങ്ങ് കുറഞ്ഞു പോയി മറ്റേ ആൾ കൂടിപ്പോയി എന്നൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ അറിവില്ലായ്മയുടെ ഒരുതരം മൂഢത്വമാണത്. ശിവേന്ദ്ര സ്വാമി അച്ഛനുള്ള കാലത്ത് നമ്മളോട് പറയും, പിന്നെ ടി വിയിലൊക്കെ ചില സമയത്ത് ചില പ്രഭാഷണങ്ങളൊക്കെ വരും. എല്ലാം അറിയാവുന്ന ആളാണേ ശിവേന്ദ്ര സ്വാമി. അത് കേട്ടോണ്ടിരിക്കും. എന്നിട്ട് പറയും, എന്നിട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഫേമസ് ആയിട്ട് 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീ കേട്ടാടാ അത്? ഞാൻ പറഞ്ഞ് കേട്ട്. ബേബി ഭയങ്കര അഭിപ്രായമാണെന്ന് പറയും. ബേബി ഞാൻ പറഞ്ഞ അതിനകത്ത് പല ഭാഗങ്ങളും അങ്ങോട്ട് നികന്നു വരുന്നില്ല. അതായത് പറഞ്ഞില്ല, ഫില്ല് ചെയ്യണം. ചുമ്മാ അങ്ങ് വേഗമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലല്ലോ. ഇത് നമ്മളെ യോജിപ്പിക്കണം. ഇത് തമ്മിൽ എങ്ങനെയാണെന്ന് സ്ഥാപിക്കണം, ഉദാഹരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. വാച്ചിക്ക് നോക്കി എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. എന്നെ പറയും, അവർക്കെല്ലാം അറിയും ചേച്ചി, എല്ലാം അറിയും. എന്തോ ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കംപ്ലീറ്റ് ഇതെടുത്ത് കളയും അവരെ. മനസ്സിലായില്ലേ? അതാണ് ജ്ഞാനം. ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചി നമ്മളെല്ലാം മാറിപ്പോകും കേട്ടോ. ഈ ഇരിപ്പൊന്നുമല്ല. ഏതൊന്ന് കിട്ടിയാൽ എല്ലാം കിട്ടിയതായിട്ടുണ്ടോ അല്ലേ? ഏതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ടുണ്ടോ? അപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിലോസഫിയിൽ അങ്ങനെ പറഞ്ഞത് അറിഞ്ഞെന്നാണോ അർത്ഥം? അതല്ല. എല്ലാം അറിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് വാസ്തവത്തിൽ മായ കാര്യങ്ങളാണെന്നും ഇതിൽ കഥയില്ലെന്നും അറിഞ്ഞതിനെയാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ മനസ്സ് പരിണമിച്ച് ഇതിനെ ഒന്നും വിഷയാകാരമാക്കില്ല. പിന്നെ എങ്ങനെ നിൽക്കും? മനസ്സ് അഖണ്ഡാകാരമായി നിൽക്കുക. എപ്പോഴും മനസ്സ് അഖണ്ഡാകാരമാക്കി വെക്കണം, സത്വഗുണപ്രധാനമാക്കി വെക്കണം. അങ്ങനെ ഒരു ശീലങ്ങളായിട്ട് പറഞ്ഞാണ് സ്നേഹിക്കുക. അത് എങ്ങനെ? ഉപാധി രഹിതമായിട്ട് നിരുപാധികമായ സ്നേഹം, അത് ഈശ്വരനാണ്. നിരുപാധികമായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് അവർ പറഞ്ഞത്. കാരുണ്യം, ദയ, സ്നേഹം, ഇതെല്ലാം നിരുപാധികമായി വരണം. അങ്ങനെ വന്ന് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളൊന്ന് അലിയണം. നമ്മുടെ ഹൃദയമേ
അതിൽ ഉരുകണമെന്നൊക്കെ പറയും. അതൊക്കെ ചിന്മയാനന്ദ സ്വാമി എന്ത് കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അനുഭവമുള്ളവരാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആർക്ക് ഉരുക്കമുണ്ട്, ഉരുകണം, ഉരുകണം, കരയണമെന്നൊക്കെ അവർ പറയും ചില സമയത്ത്. ഏതെല്ലാം രൂപത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ കേട്ടവരാണ്. പക്ഷേ ചിന്മയാനന്ദ സ്വാമിയുടെ ഏറ്റവും കൂടുതൽ കേട്ട ആൾ ഞാനെന്ന് വേണമെങ്കിൽ പറയാം. എന്നറിയാം, മകനാണ്, വീട്ടിൽ തന്നെ ഉണ്ട്. ആദ്യമൊക്കെ ഡള്ളായിരുന്നു ഈ സബ്ജക്റ്റ്. നമ്മളത് അച്ഛനല്ലേ, അച്ഛന് വിഷമം വരണ്ട, രണ്ട് രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത്. പറയുന്ന ആളൊരു വിഷമം വരാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ ഇരുന്നൊന്ന് ക്ഷമിച്ചൊന്ന് കേട്ടുകളയാന്ന് വിചാരിക്കും. അങ്ങനെയാണ് തുടക്കം. പതുക്കെയാണ് പതുക്കെ എന്തിനാണെന്നൊക്കെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷമാണ് കേൾക്കണം തോന്നുന്നത്.